ആരൊക്കെ മുനാഫിക്കാന്ന് ഇന്ന് തിരിച്ചറിയാൻ ഒരു വഹി വാനലോകത്തിനൊന്ന് ഭൂമിയിലേക്ക് ഇന്ന് ഇറങ്ങാനില്ല. ചില അടയാളങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അള്ളാഹു നമുക്കറിയിച്ചു തന്നിട്ടുണ്ട്. അതാരൊക്കെ ആരാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ മുനാഫിക്കുകൾക്ക് എന്തൊക്കെ സ്വഭാവമുണ്ടോ അതൊക്കെ ഇന്നുള്ളവർക്കും ഉണ്ടാകും. പക്ഷേ നമുക്ക് ഇന്നയാള് മുനാഫിക്കാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അത് ഹൃദയത്തിൻ്റെ അകത്തേക്ക് നോക്കിയിട്ടാണ് കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. അത് റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയൂ. ഇവിടെ മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തന്നത് എന്താണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ധാരാളമായി സത്യം ചെയ്യാറുണ്ടായിരുന്നു. എന്താണ് അവരുടെ സത്യം? ധാരാളം സത്യം എന്ന് പറഞ്ഞാൽ ജഹ്ദ ഈമാനിഹിം എന്നാ പറഞ്ഞത് ഖുർആൻ. അവരുടെ സത്യത്തിൻ്റെ അങ്ങേയറ്റം വല്ലാതെ ക്ലേശിച്ചിട്ട് സത്യം ചെയ്യുന്നു, നേരത്തെ പറഞ്ഞതുപോലെ. കാരണം ഒരിക്കലും പറഞ്ഞാൽ വിശ്വാസമാവൂല. കാരണം അവർക്ക് തന്നെ അറിയാം അവർ പറയുന്നത് പൊള്ളാണ്, കളവാണ് എന്ന്. അപ്പം ആ കളവിനെ മേൽക്കുമേൽ സ്ഥാപിക്കാൻ വേണ്ടി അടിക്കടി ഇങ്ങനെ സത്യം ചെയ്യും. അതാണ് അവരുടെ ഒരു സ്വഭാവം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? നിങ്ങൾ സത്യം ചെയ്യൽ കുറക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മ ചെയ്യും ഞാൻ, ഒരു തിന്മയിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുമെന്ന് സത്യമിട്ട് പറയേണ്ട ഒരു സംഗതിയല്ല. അത് അള്ളാഹുവിനെ ഓർത്ത് അവൻ്റെ പ്രതിഫലത്തെ മോഹിച്ചുകൊണ്ടാണ് നന്മ ചെയ്യേണ്ടതും അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ സാന്നിധ്യത്തെ ഓർത്തുകൊണ്ടുമാണ് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത്. അതങ്ങനെ സത്യം ചെയ്ത് സ്ഥാപിക്കേണ്ട ഒരു കാര്യമല്ല. അങ്ങനെ അല്ലാത്തവർക്കാണ് അതൊക്കെ സത്യമിട്ട് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിൽ നിന്ന് സമരരംഗത്തു നിന്നവർ പലപ്പോഴും പല ഒഴികഴിവുകളും പറഞ്ഞിട്ട് മാറി നിൽക്കും. യുദ്ധത്തിനുള്ള ആഹ്വാനമുണ്ടായാൽ വിശുദ്ധ ഖുർആൻ അവരുടെ തനി സ്വഭാവം വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. യഅ്തദിറൂന ഇലൈക്കും ഇദാ റജഅ്തും, യുദ്ധമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഗനീമത്ത് സമ്പത്തുമൊക്കെ നേടി വിജയം വരിച്ച് മദീനയിലേക്ക് മടങ്ങി വന്നാൽ മുനാഫിക്കുകൾ താങ്കളുടെ അടുക്കലേക്ക് ഇങ്ങനെ പതുക്കെ അണഞ്ഞുകൂടും. എന്നിട്ടോ യഅ്തദിറൂന, ഉദ്റ് ബോധിപ്പിക്കാനാ, എന്തേ ഞങ്ങൾ യുദ്ധത്തിന് വരാത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയിക്കാനാ അവരുടെ വരവ്. അല്ലാഹു തആല പച്ചയായി പറഞ്ഞു നബി തങ്ങളോട്, ഖുൽ ലാ തഅ്തദിറു, നിങ്ങൾ കാരണമൊന്നും ബോധിപ്പിക്കണ്ട, നിങ്ങളെ കാരണമൊന്നും നിങ്ങൾ ബോധിപ്പിക്കണ്ട എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഇന്ന ബുയൂതന ഔറത്തുൻ എന്നവർ പറയാറുണ്ട്. യുദ്ധത്തിന് പോകാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആഹ്വാനമുണ്ടാകുമ്പോൾ അടിയുറച്ച വിശ്വാസികളൊക്കെ പോകുമ്പോൾ ഇവർ പറയുമെന്ത്? ഇന്ന ബുയൂതന ഔറത്തുൻ, ഞങ്ങളുടെ പൊരയിൽ ആളില്ല, ഞങ്ങളുടെ വീടുകൾ നഗ്നമാണ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ അവർക്ക് കാവലിന് ആളില്ല, അതുകൊണ്ട് വീട്ടിലാളില്ല എന്ന് അവർ കാരണം പറഞ്ഞിരുന്നു. അള്ളാഹു അവരുടെ മനസ്സിരിപ്പിനെ ഉടനെ വെളിച്ചത്ത് കൊണ്ടുവന്നു. തൊട്ട വചനം വമാഹിയ ബിഅൗറ, വീട്ടിലാളില്ലായ്മയൊന്നുമല്ല അവരുടെ പ്രശ്നം, വീട്ടിലാളില്ലായ്മയൊന്നും അവർക്കൊരു വിഷയമേ അല്ല, അതൊന്നുമല്ല നബിയെ അവരുടെ കാരണം. അവർ നിങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറയുന്നതാണ്. ഇതൊക്കെ അവരുടെ ഈ സ്വഭാവമായിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്. ഇവരെന്താ എന്നൊരു സത്യം ചെയ്ത് പറയാ, ഇനി ഒരവസരം ഉണ്ടെങ്കിൽ ഇപ്പം ഈ യുദ്ധത്തിന് ഞങ്ങൾ പോരാത്തത് മുഹമ്മദേ, ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊക്കെ നീ മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടേക്ക്. എന്നിട്ട് പിന്നെ സത്യം ചെയ്തിട്ട് അവർ നിന്റെ അടുക്കൽ വന്നിട്ട് എന്ത് പറയും? ലഇൻ അമർതഹും, നീ അവരോട് കൽപ്പിക്കുന്ന പക്ഷം, ഇനി നീ അവരോട് കൽപ്പിക്കേണ്ട താമസേ ഉള്ളൂ. അവരോട് നീ കൽപ്പിച്ചുവെങ്കിൽ എന്തിന് എന്തിന് ബിൽ ഖുറൂജി ഫിൽ ഗസ്വി, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടെ അർത്ഥം കൊടുക്കുന്നു. ലഇൻ അമർതഹും, നീ അവരോട് കൽപ്പിച്ചുവെങ്കിൽ ബിൽ ഖുറൂജി ഫിൽ ഗസ്വി, ഖുർആനിൽ അതില്ല, ഇവിടെ ഉദ്ദേശതാണ് ബിൽ ഖുറൂജി ഫിൽ ഗസ്വി, യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി നീ അവരോട് ഇനി എങ്ങാനും കൽപ്പിച്ചാൽ ലയഖ്റുജുന്ന, തീർച്ചയായും അവർ പുറപ്പെട്ടു കൊള്ളാം, പുറപ്പെട്ടു പോരുമെന്ന് കഴിയും പ്രകാരമുള്ള സത്യം അവർ അള്ളാഹുവിൻ്റെ പേരിൽ
സത്യം ചെയ്തു പറയുന്നു. അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഖുൽ ലാ തുഖ്സിമൂ, ഓ നബിയേ പറഞ്ഞേക്കൂ, ലാ തുഖ്സിമൂ ഐ ലാ തഹ്ലിഫൂ, നിങ്ങൾ സത്യം ചെയ്യണ്ടാന്ന്, നിങ്ങൾ സത്യം ചെയ്യേണ്ടതില്ല. എന്തേ കാരണം? ത്വാഅത്തും മഅറൂഫ, ത്വാഅത്തുൻ അനുസരണം, മഅറൂഫത്തുൻ അറിയപ്പെട്ട് കഴിഞ്ഞതാണ്. രണ്ട് വ്യാഖ്യാനം അവിടെയുണ്ട്, ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ വ്യാഖ്യാതാക്കൾ അവിടെ രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, ത്വാഅത്തുക്കും ത്വാഅത്തുൻ മഅറൂഫ. ത്വാഅത്തുൻ മഅറൂഫ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അതായത് ത്വാഅത്തുക്കും, ഹേ മുനാഫിക്കുകളെ, നിങ്ങളുടെ അനുസരണം ഉണ്ടല്ലോ, അത് ത്വാഅത്തുൻ മഅറൂഫ, അതൊക്കെ അറിയപ്പെട്ട് കഴിഞ്ഞ അനുസരണമാണ്. നിങ്ങളെ അനുസരണം എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ് ഞങ്ങൾക്ക് നല്ലോണം പിടിപാടുണ്ട്. അതായത് ഖദ് അലിംതു ഖദ് ഉലിമത്ത് ത്വാഅത്തുക്കും, നിങ്ങളുടേതായ ഈ അനുസരണമൊക്കെ അറിയപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. നിങ്ങൾ എത്രത്തോളം അനുസരിക്കാറുണ്ട്, എത്രത്തോളം അനുസരണക്കേട് കാണിക്കാറുണ്ട്, നിങ്ങളുടെ അനുസരണവും നല്ല നടപ്പുമൊക്കെ എത്താൻ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് ആ പറയുന്നത്. ഇന്നമാഹിയ ഖൗലുൻ, അതൊക്കെ വെറും വാക്കാണടോ. നിങ്ങളുടെ ഈ അനുസരണം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേവലം വാക്ക് മാത്രമാണ്. ലാ ഫിഅല മഅഹു, അതിൻ്റെ കൂടെ വാക്കിന് യോജിച്ച പ്രവർത്തനം നിങ്ങളിൽ നിന്ന് ഉണ്ടാകാറേയില്ല. മാത്രമല്ല വകുല്ലമാ ഹലഫ്തും കദബ്തും, നിങ്ങൾ സത്യം എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ കള്ളമാണ് പറയുന്നത്. അതാണ് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കുള്ള പരിചയം. അതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. എന്താ? നിങ്ങൾ സത്യമൊന്നും ചെയ്യണ്ട, ത്വാഅത്തുൻ മഅറൂഫത്തുൻ, അറിയപ്പെട്ട അനുസരണമാണ് നിങ്ങളുടേത്. അഥവാ നിങ്ങൾ എന്തിനാ വെറുതെ സത്യം ചെയ്തൊക്കെ ഇടങ്ങേറായിട്ട് ഇവിടെ മുമ്പിൽ വന്ന് അഭിനയിക്കുന്നത്? നിങ്ങളുടെ അനുസരണമൊക്കെ ഞങ്ങൾക്കിവിടെ നന്നായിട്ട് പരിചയമുള്ളതാണ്. നിങ്ങൾ എന്ത് പറഞ്ഞോ അതിനെതിരെ നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ എത്രത്തോളം സത്യം ചെയ്യുന്നോ അത്രയും നിങ്ങൾ കള്ളമാണ് പറയുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുവരെ നിങ്ങളെക്കുറിച്ചുള്ള അറിവ്. കാരണം എന്താ? അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട് അവരുടെ സ്വഭാവം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തു തൗബ 96-ാമത്തെ ആയത്തിൽ അല്ലാഹ് അവരുടെ സ്വഭാവം പറയുന്നുണ്ട്. അവരുടെ വർഗ സ്വഭാവം എന്താ? യഹ്ലിഫൂന ലക്കും ലിതർളൗ അൻഹും ഫഇൻ തർളൗ അൻഹും ഫഇന്നല്ലാഹ ലാ യർദാ അനിൽ ഖൗമിൽ ഫാസിഖീൻ. ഓ നബിയേ, യഹ്ലിഫൂന ലക്കും, അവർ നിങ്ങളോട് വന്ന് സത്യം ചെയ്യുന്നു. എന്തിനാ അവർ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സത്യം ചെയ്യുന്നത്? ലിതർളൗ അൻഹും, നിങ്ങൾ അവരെക്കുറിച്ചൊന്ന് തൃപ്തിപ്പെട്ട് കിട്ടാൻ, നിങ്ങൾക്ക് അവരെക്കുറിച്ച് മോശഭിപ്രായമൊന്നും ഉണ്ടാവാതെയും നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു നല്ല ചിന്താഗതിയൊക്കെ നിങ്ങൾ വെച്ച് പുലർത്താനുമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് അവർ സത്യം ചെയ്തു പറയുന്നു. എന്നിട്ട് അള്ളാന്റെ റസൂലിനോടും മുഅ്മിനീങ്ങളോടും അല്ലാഹ് പറയാണ്, ഫൈൻ തർളൗ അൻഹും, ഇനി ആ സത്യമൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് അവരുടെ ഉള്ളുകള്ളി കാണാൻ കഴിയില്ലല്ലോ. നിങ്ങൾ അവരെ തൃപ്തിപ്പെട്ടു എന്ന് സങ്കല്പിച്ചാലും ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ലാ യർദാ, അവൻ തൃപ്തിപ്പെടൂല അനിൽ ഖൗമിൽ ഫാസിഖീൻ, തെമ്മാടികളായ ഈ ജനതയെ സംബന്ധിച്ച് റബ്ബൊരിക്കലും തൃപ്തിപ്പെടൂല. വിശുദ്ധ ഖുർആനിൽ വേറെ ഈ സ്ഥലത്തുണ്ടല്ലോ, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും. ഓ നബിയേ, നിങ്ങൾ അവർക്ക് വേണ്ടി ഇനി 70 തവണ പൊറുക്കലിനെ തേടിയാലും ഞാൻ അവരോട് പൊറുക്കൂല എന്ന് കൃത്യമായി അല്ലാഹു തആല വേറെയും സൂറത്തിൽ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇത് ഇവരുടെ ഒരു സ്വഭാവമാണ്. നിങ്ങളവരെ കുറിച്ച് തൃപ്തിപ്പെട്ടാലും അല്ലാഹ് തൃപ്തിപ്പെടൂല എന്ന് വിശ്വാസികളോടും നബിയോടും അല്ലാഹു തആല പറയുന്നു.